ആരാ? എന്താ വേണ്ടത്? വല്ലാത്ത മഴ. നീ ഏതാ? എന്നെ അറിയില്ലേ? എന്റെ പേര് രാജമ്മ എന്നാണ്. രാജി എന്നാണ് എല്ലാരും വിളിക്കുന്നത്. ബാബു എന്നല്ലേ പേര്? ഞാൻ അറിയും. കോളേജിൽ MA പഠിക്കുന്നു അല്ലേ? നിനക്കെങ്ങനെ എന്നെ മനസ്സിലായി? ഞാൻ എന്നും കാണാറുണ്ട്. ബാബു എന്നെ ശ്രദ്ധിച്ചിട്ടില്ല. നീ എന്തിനാ ഇപ്പൊ ഇവിടെ വന്നത്? മഴ കണ്ടില്ലേ? ഞാൻ ഒരാളുടെ കൂടെ പോയതാണ്. ഇപ്പൊ ഹോട്ടലിൽ നിന്നാണ് വരുന്നത്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഡ്രൈവർ കുടിച്ചിരുന്നു. അയാൾ എന്നെ കുറച്ച് അപ്പുറത്തിറക്കി വിട്ടു. ഞാൻ ഞങ്ങളുടെ ഗേറ്റ് ചാടി. ഓ, നീ പോ, ഞാൻ വാതിൽ അടയ്ക്കട്ടെ. അയ്യോ, ഈ മഴയത്ത് ഞാൻ എവിടെ പോകാനാ? ഞാനിവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നീ പോകും. ബാബു ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ഓഹോ, അത് അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അല്ലേ? അതെ. നിനക്ക് ആള് തെറ്റിപ്പോയി. നീ അതിന് മറ്റാരെങ്കിലും അന്വേഷിക്കുന്നതാണ് നല്ലത്. കണ്ടോ ബാബു എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ബാബുവിനെ ചീത്തയാക്കാൻ വന്നതല്ല. എനിക്ക് വല്ലാതെ തണുക്കുന്നു. ഈ ഉടുപ്പൊക്കെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. അതിനൊന്നും ഇവിടെ സൗകര്യമില്ല. ഉള്ള സൗകര്യം മതി. ഇവിടെ നിന്ന് ഇറങ്ങി പോകാനാണ് പറഞ്ഞത്. എന്നെ തല്ലി കൊന്നാലും ശരി, ഞാൻ ഇവിടുന്ന് പോകില്ല. എനിക്ക് വല്ലാതെ തണുക്കുന്നു. ഈ ഉടുപ്പൊക്കെ അത് പിഴിഞ്ഞു കൊടുക്കണം. കുളിമുറി എവിടെ? എന്നെ ഉപദ്രവിക്കാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? പോവില്ല. കുളിമുറി എവിടെ? തണുക്കുന്നു. ഇതാണ് ബാത്റൂം. ഇതിനകത്ത് പോയി എല്ലാം പിടിച്ചെടുക്കും. നല്ല വീട്. ഒരാൾക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ ഇത്രയും വലിയ വീടെന്തിനാ? ഞാനൊന്ന് കുളിക്കട്ടെ. പാവാട എല്ലാം നനഞ്ഞു. എനിക്ക് ഉടുക്കാൻ ഒരു പാവാട തരുമോ? ഇവിടെ പാവാട ഇല്ല. മുണ്ടായാലും മതി. മുണ്ടും ഇല്ല, ആകെ ഒരു ലുങ്കിയാ ഉള്ളത്. ആ, അത് മതി. അതാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എങ്ങനെയാ പുറത്തു വരിക? എന്താ ഇങ്ങനെ നോക്കുന്നത്? നിനക്കൊന്ന് ഇറങ്ങി പോകാമോ? ഞാനിന്ന് പോകില്ല. കണ്ടില്ലേ ഇടിവിട്ടുന്നത്? പുറത്തിറങ്ങിയാ കാഞ്ഞു പോകും. എനിക്കിതെല്ലാം ഒന്ന് വിരിച്ചിടണമല്ലോ. അപ്പുറത്തുള്ളതിനെ കൊണ്ട് വിരിക്കൂ. ഇനി നിനക്ക് എന്താണ് വേണ്ടത്?
ഒന്നും വേണ്ട. ഇപ്പൊ എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. ഷർട്ടിട്ട് ഒരാളിനെ പോലെ റൗഡിയെ പോലെ ഇരിക്കുന്നല്ലേ? നീ റൗഡി തന്നെ. ആ, ഞാനൊരു ചട്ടമ്പിയാ. ഗേറ്റ് ചാടിയപ്പോ ആണി കൊണ്ടതാ. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ മര്യാദയ്ക്ക് പെരുമാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണോ നീ ഇങ്ങോട്ട് വന്നത്? അതെ, ഇറങ്ങി പോകാൻ പറയുമെന്ന് വിചാരിച്ചു. മറ്റൊന്നും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഞാൻ മര്യാദകൾ കാണിക്കാൻ പോവുകയാണ്. ഞാൻ സമ്മതിക്കില്ല. എനിക്ക് കാശ് തന്നിട്ട് ഒരുപാട് പേരെന്നെ, പക്ഷേ ബാബുവിന്റെ കൂടെ ഞാനില്ല. അതെന്താ? നീ പറഞ്ഞ ആ ഒരുപാട് പേരെക്കാളും കൊള്ളൊരുതാത്തവനാണോ ഞാൻ? അല്ല, ബാബു നല്ലവനാണ്. ബാബുവിനെ ഞാൻ ചീത്തയാക്കില്ല. ഞാൻ ആരെയും ചീത്തയാക്കിയിട്ടില്ല. ഒരുപാട് പേര് എന്നെ ചീത്തയാക്കി. എന്നിട്ട് എല്ലാവരും പറയുന്നത് ഞാൻ ചീത്തയാണെന്നാണ്. ബാബു എന്നെ കേറി പിടിച്ചാൽ ഞാൻ ഇറങ്ങി ഓടും. ഈ മഴയിലൂടെ ഓടും. നാളെ രാവിലെ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് ബാബുവിനെ ഇഷ്ടമാണ്. ബാബുവിനെ കാണാൻ വേണ്ടി ഞാൻ എന്നും ഇതുവഴി വരാറുണ്ട്. ബാബു എന്നെ ശ്രദ്ധിക്കാറില്ല. എന്റെ ശരീരം മാത്രമേ ചീത്തയായിട്ടുള്ളൂ. മനസ്സ് നല്ലതാ. ഇതൊരു തൊഴിലാണ്. അതുകൊണ്ടാണ് വിളിക്കുന്നവരുടെ കൂടെ ഒക്കെ ഞാൻ പോകുന്നത്. ജീവിക്കാൻ വേണ്ടി. നിനക്ക് മറ്റെന്തെങ്കിലും ജോലി ചെയ്തുകൂടെ? ജോലി കിട്ടണമെങ്കിൽ ആദ്യം എന്നെ കൊടുക്കണം. ജോലി നിലനിർത്താനും എന്നെ കൊടുക്കണം. അതിനേക്കാൾ നല്ലത് ഇങ്ങനെ ജീവിക്കുന്നതാ. കണക്ക് പറഞ്ഞ് കാശ് വാങ്ങാം. എന്റെ ഉപ്പുപ്പാക്കൊരാന ഉണ്ടായിരുന്നു. ഇത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിലെ നിസാർ അഹമ്മദിനെ എനിക്കിഷ്ടമാണ്. കുഞ്ഞുപാത്തുമ്മ അയാളെ സ്നേഹിക്കുന്നു.